ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റാണ് വൈ സി ഷാർപ്പ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ടു സി ഷാർപ്പ് ഡിസ്കസ് ചെയ്തിരുന്നു. സോ അതിനകത്ത് നമ്മൾ സി ഷാർപ്പിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ് സി ഷാർപ്പ്, ഏതിൽ നിന്നാണ് അത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു സി ഷാർപ്പ്? ഇതൊരു മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സി, ജാവ പോലത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള അതിനേക്കാൾ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ ഇന്ന് പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് സി ഷാർപ്പ്. അപ്പോൾ എന്തുകൊണ്ട് സി ഷാർപ്പ് ഇത്രയും പോപ്പുലറായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് സി ഷാർപ്പ് എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ പറഞ്ഞ കുറച്ച് പോയിന്റുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ കുറച്ച് പോയിന്റുകളുണ്ട്. എന്തൊക്കെയായിരുന്നു? ഇതൊരു മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇതിനകത്ത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഇൻക്ലൂഡഡ് ആണ്. അതായത് സിൻറ്റാക്റ്റിക്കലി ജാവയായിട്ട് വളരെ സിമിലർ ആണ്. അതൊക്കെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജുകളും കൂടിയാണ്. മാത്രമല്ല സി++, ജാവയൊക്കെ അത്യാവശ്യം നോളജ് ഉള്ള ഒരാൾക്ക് ഏറ്റവും ഈസിലി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. പിന്നെ എന്താണ്, നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ISO സ്റ്റാൻഡേർഡ്സ് അപ്രൂവ് ചെയ്യുന്നുണ്ട്, ECMA അപ്രൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. എന്നതിനും അപ്പുറം വൈ സി ഷാർപ്പ്, അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. എന്തുകൊണ്ട് സി ഷാർപ്പ് ഇത്രയും പോപ്പുലറായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ഇത്രയും എല്ലാവരും ചൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാവരുടെ ഒരു ചോയ്സ് ആയിട്ട് ഇതെങ്ങനെ മാറി. മാത്രമല്ല മൈക്രോസോഫ്റ്റാണ് ഇത് ഇനീഷ്യേറ്റ് ചെയ്ത് കൊണ്ടുവന്നത് എന്നുള്ളതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. എങ്കിലും നമുക്ക് നോക്കാം വൈ സി ഷാർപ്പ് എന്നുള്ള ചോദ്യത്തിനുള്ള ആൻസർ എന്താണ്. ഫസ്റ്റ് പോയിൻ്റ്, ഈസി ടു സ്റ്റാർട്ടാണ്. എന്താണ്, നമുക്ക് സി ഷാർപ്പ് എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ മറ്റ് പോപ്പുലറായിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളായിട്ടുള്ള സി, ജാവ അതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉള്ള ഒരാൾക്ക് ഈസി ആയിട്ട് ലേൺ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് സി ഷാർപ്പ്. അതാണ് ഫസ്റ്റ് ഒരു റീസണായിട്ട് നമുക്ക് പറയാനുള്ളത്. കാരണം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസണും കൂടിയാണ്. കാരണം മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ കുറിച്ച് നോളജുള്ള ഒരാൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെന്നെത്താൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ സി ഷാർപ്പ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അത് ചൂസ് ചെയ്യാനുള്ള സാധ്യതയും കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പോപ്പുലറായി മാറാനുള്ള റീസൺ. പിന്നെ പറയാനുള്ളത് വൈഡ്ലി യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് പ്ലസ് വെബ് ആപ്ലിക്കേഷൻസ്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞപ്പോൾ വ്യക്തമായി പറഞ്ഞിരുന്നു ഏതൊക്കെ ടൈപ്പ് ആപ്ലിക്കേഷനകത്ത് നമുക്ക് സി ഷാർപ്പ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പലപ്പോഴും പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ എടുത്തു കഴിഞ്ഞാൽ ചിലത് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക, ചിലത് വെബ് ആപ്ലിക്കേഷനെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. എന്നാൽ സി ഷാർപ്പിൻ്റെ കേസ് വരുമ്പോൾ അത് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനെയും വെബ് ആപ്ലിക്കേഷനെയും അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് സി ഷാർപ്പ്. അതുകൊണ്ട് തന്നെ ഇത് വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ പ്ലസ് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്യുന്ന മെജോറിറ്റി കേസുകളിലും ഇതിനകത്ത് സി ഷാർപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും പോപ്പുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ ഡെസ്ക്ടോപ്പിനകത്ത്, അതേപോലെ തന്നെ നമുക്ക് മൈക്രോസോഫ്റ്റ് ആപ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ട കേസുകൾ വരുമ്പോൾ ഓഫ് കോഴ്സ് സി ഷാർപ്പ് തന്നെയായിരിക്കും അതിൻ്റെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ നിന്നും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള കൂടെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും കൂടി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റും കൂടെ അതിനുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇത് വൈഡ്ലി യൂസ് ചെയ്ത് പോകുന്നത്. പിന്നെ വരുന്നത് കമ്മ്യൂണിറ്റി ഓഫ് കോഴ്സ് ഒരു റീസൺ തന്നെയാണ്. നമ്മൾ ഇതിപ്പോൾ എന്താ ഇപ്പോൾ കുറേ ലാർജർ കമ്മ്യൂണിറ്റിയെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ എങ്ങനെ അതിൻ്റെ ഒരു റീസൺ ആണോ എന്നൊക്കെ നമുക്ക് തോന്നും. ഓഫ് കോഴ്സ് കമ്മ്യൂണിറ്റി ഒരു റീസൺ തന്നെയാണ്. ഇപ്പോൾ ലാർജർ കമ്മ്യൂണിറ്റി ഈ ഒരു സി ഷാർപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്രയും ബെറ്റർ ആയിരിക്കും, അത്രയും ന്യൂ ടൂൾസ് അതിനകത്ത് ഉണ്ടായിരിക്കും, നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതുമായിരിക്കും. അതുകൊണ്ടാണല്ലോ ലാർജർ കമ്മ്യൂണിറ്റി അക്സെപ്റ്റൻസ് അതിന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലാർജർ കമ്മ്യൂണിറ്റി എന്നുള്ളത് സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനകത്ത് അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ഒരു വലിയൊരു തെളിവാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ലാർജർ കമ്മ്യൂണിറ്റി ഇതിൻ്റെ മറ്റൊരു റീസണാണ്. പിന്നെ പറയാനുള്ളതാണ് ഗെയിം ഡെവലപ്മെൻറ്റ്. സി ഷാർപ്പ് ഭയങ്കര വൈഡ്ലി എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഗെയിം ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഡോമിനേഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം സി ഷാർപ്പ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ അതിന് ഈസി ആയിട്ട് ഒരു ലാർജ് ടാർഗറ്റ് ഓഡിയൻസിനെ ഗെറ്റ് ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ, ഇൻ്റർഫേസസ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എക്സെട്ര, അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനുള്ളതും ഇതൊരു ലാർജർ കമ്മ്യൂണിറ്റി അക്സെപ്റ്റൻസ് ഉള്ളതും മൈക്രോസോഫ്റ്റ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളതും കൂടി ആയതുകൊണ്ട് തന്നെ സി ഷാർപ്പ് എന്തായി ഒരു പോപ്പുലർ ഗെയിം ഡെവലപ്പിംഗ് ലാംഗ്വേജ് ആയിട്ടും കൂടെ മാറി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് റീസൺസ് ഉള്ളതുകൊണ്ടാണ് സി ഷാർപ്പിന് ഇത്രയും ഒരു അക്സെപ്റ്റൻസ് എല്ലാ ഏരിയയിലും കിട്ടിയത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സി ഷാർപ്പ് എന്ന് പറയുന്നൊരു മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതിനകത്ത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. മാത്രമല്ല CPP, ജാവ അതൊക്കെ അറിയുന്ന ആളുകൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഈ ഒരു സി ഷാർപ്പ് എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് മറ്റിതിൻ്റെ റീസൺസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് എന്തായിരുന്നു? ഈസി ടു സ്റ്റാർട്ടാണ്. അതായത് സിയും CPPയും ജാവയൊക്കെ അറിയുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ലേൺ ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും പറ്റിയൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ഈ സി ഷാർപ്പ് എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് പോയിൻ്റ്. പിന്നെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനകത്തും വെബ് ആപ്ലിക്കേഷനൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് സി ഷാർപ്പ്. അതുകൊണ്ട് തന്നെ വൈഡ്ലി അത് യൂസ് ചെയ്യുന്നുണ്ട്. അത് മറ്റൊരു റീസണാണ്. കാരണം ചിലത് ഡെസ്ക്ടോപ്പ്, ചിലത് വെബ് എന്നതിന് പകരം ഡെസ്ക്ടോപ്പ് പ്ലസ് വെബ് ഒരുമിച്ച് അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നതും സി ഷാർപ്പിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ മൈക്രോസോഫ്റ്റ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾ ഫസ്റ്റ് ചോയ്സായിട്ട് സി ഷാർപ്പിനെ യൂസ് ചെയ്യും. പിന്നെ വരുന്നത് കമ്മ്യൂണിറ്റിൻ്റെ കേസാണ്. അതായത് ഇതിനകത്തൊരു ലാർജർ കമ്മ്യൂണിറ്റി അക്സെപ്റ്റൻസ് ഉണ്ട് സി ഷാർപ്പിൻ്റെ കേസിൽ. അതെന്ന് പറയുന്നത് തന്നെ എത്രത്തോളം അത് പോപ്പുലർ ആണ് എന്നാണ് നമുക്കവിടെ മീൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ആളുകളിൽ നിന്ന് അത് മാക്സിമം അതിൻ്റെ ലെവലിലേക്ക് ആ സി ഷാർപ്പിന് എത്താൻ കഴിയും എന്നുള്ളതും മറ്റൊരു റീസണാണ്. പിന്നെ വരുന്നത് ഗെയിം ഡെവലപ്മെൻറ്റിനകത്താണ്. ഈ നമ്മുടെ സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളതായത് കൊണ്ട് തന്നെ ഒരു ലാർജ് ടാർഗറ്റ് ഓഡിയൻസിനെ ഇത് ഗെറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സും കാരണം ഗെയിം ഡെവലപ്മെൻറ്റ് ഏരിയയിലും ഇത് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഈസിലി യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് സി ഷാർപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞ് സി ഷാർപ്പ് ഇന്ന് ഏറ്റവും കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൻ്റെ ഒരു റീസൺസ് പറയാനുള്ളത്. വൈ സി ഷാർപ്പ് എന്നുള്ള ചോദ്യത്തിനുള്ള ആൻസർ ഇത്രയാണ് പറയാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ വൈ സി ഷാർപ്പ് എന്ന് ഡിസ്കസ് ചെയ്തു. എന്തുകൊണ്ട് സി ഷാർപ്പ്, അതായത് അത്രയും പോപ്പുലർ ആണ്, അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത്രയും പോപ്പുലർ ആയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു ലാർജർ കമ്മ്യൂണിറ്റി അക്സെപ്റ്റൻസ് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് കിട്ടിയത് എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്കതിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് 1 by 1 ആയിട്ടൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കോൺസെപ്റ്റ് എല്ലാവരും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും.